ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢവും വികാരധീനവുമായ ഒരു വിവാദമാണിത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിക്ക് അയച്ച രഹസ്യക്കത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ യുദ്ധ കുറ്റവാളി അഥവാ വാർ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നത് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ വേദിയിലും സോഷ്യൽ മീഡിയയിലും കനത്ത തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ട ഒരു ചോദ്യമാണിത്. സമീപകാലത്ത് പ്രമുഖ വാർത്താ ചാനലുകളിൽ പോലും ഇതിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുകയും തുടർന്ന് അത് ഡിജിറ്റലായി നിർമ്മിച്ച തെറ്റായ രേഖയാണെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, തീയില്ലാതെ പുകയുണ്ടാകുമോ? അപ്പോൾ ഈ വിവാദത്തിന് പിന്നിൽ കേവലം സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണം മാത്രമാണോ, അതോ ഇന്ത്യൻ നാഷണൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ രേഖകളിൽ ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? നെഹ്റുവും നേതാജിയും തമ്മിലുള്ള ബന്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു? ചരിത്രത്തിന്റെ ഇരുണ്ട താളുകളിലേക്ക് വെളിച്ചം വീശുന്ന സമഗ്രവും സത്യസന്ധവുമായ ഒരു അന്വേഷണത്തിലേക്ക് നമുക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ വിരമിച്ച ഉദ്യോഗസ്ഥരും ചരിത്രകാരന്മാരും പത്രപ്രവർത്തകരും ഒരുപോലെ വിശകലനം ചെയ്ത കത്തിലെ പ്രധാന വരികൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഡിയർ മിസ്റ്റർ ആറ്റ്ലി, I understand from a reliable source that with the help of Stalin, your war criminal Subhash Chandra Bose has been allowed to enter Russian territory. This is a clear treachery and betrayal of faith by the Russians. ഈ കത്ത് ആദ്യമായി വായിക്കുന്ന ഏതൊരാൾക്കും ചില സംശയങ്ങളൊക്കെ തോന്നാം. ഇംഗ്ലീഷ് ഭാഷാ ശൈലിയിലും വ്യാകരണത്തിലും നിരവധി അപാകതകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ എഴുത്തിലുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആഗോളതലത്തിൽ ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനും എഴുത്തുകാരനുമായ ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് ഇത്രയും ദരിദ്രമായ ഭാഷയിലുള്ള ഒരു കത്തുണ്ടാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. 2026 ഓഗസ്റ്റിൽ ബംഗാളി വാർത്താ ചാനലായ ABP ആനന്ദയിലെ ഘണ്ട ഗണേക്സോ സുമൻ എന്ന പരിപാടിയിൽ നടന്ന ചർച്ചയിലും ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കത്തിന്റെ ഡിജിറ്റൽ ചിത്രങ്ങൾ വ്യാജമായി നിർമ്മിച്ചതാണെന്നും അഥവാ മാനിപ്പുലേറ്റഡ് ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് ഔദ്യോഗികമായി നാഷണൽ ആർക്കൈവ്സിലോ ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിലോ ഇങ്ങനൊരു കത്തിന്റെ ഒറിജിനൽ പകർപ്പ് ലഭ്യമല്ല എന്നും വ്യക്തമാണ്. ഈ കഥ വെറും കാറ്റിൽ പറത്തിവിട്ടൊരു പ്രചാരണം മാത്രമല്ല, ഇതിന് ഔദ്യോഗികമായി ഒരു രേഖാമൂലമുള്ള അടിത്തറയുണ്ട്. ആ വഴി നമ്മളെ എത്തിക്കുന്നത് 1970-71 കാലഘട്ടത്തിലെ GD ഗോസ്ല കമ്മീഷന് മുന്നിലാണ്. നേതാജി ബോസിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ദിരാഗാന്ധി സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനായിരുന്നു ഇത്. ഗോസ്ല കമ്മീഷന് മുമ്പിൽ ഹാജരായ 21ാം നമ്പർ സാക്ഷിയായിരുന്നു മീററ്റിൽ നിന്നുള്ള ശ്രീ ശ്യാം ലാൽ ജെയിൻ. 1970 ഡിസംബർ 31-നും 1971 ജനുവരി 4-നും ഇടയിൽ ന്യൂഡൽഹിയിൽ വെച്ച് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു നൽകിയ വാമൊഴി സാക്ഷ്യമാണ് ഈ വിവാദത്തിന്റെ പ്രധാനപ്പെട്ട ഉത്ഭവം. 1945-46 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത INA ഭടന്മാരെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച INA ഡിഫൻസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അസഫ് അലി. അദ്ദേഹത്തിന്റെ രഹസ്യ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്യുകയായിരുന്നു ശ്യാം ലാൽ ജെയിൻ. ഭൂലാഭായ് ദേശായി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവർ ഈ കമ്മിറ്റിയിലെ പ്രധാനികളായിരുന്നു. 1945 ഡിസംബർ 26 അല്ലെങ്കിൽ 27 വൈകുന്നേരം ജവഹർലാൽ നെഹ്റു തന്നെ ഫോണിൽ വിളിച്ച് ഒരു ടൈപ്പ് റൈറ്ററുമായി അസഫ് അലിയുടെ വസതിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം മൊഴി നൽകി. അവിടെ എത്തിയപ്പോൾ നെഹ്റു തന്റെ പോക്കറ്റിൽ നിന്ന് കൈകൊണ്ട് എഴുതിയ ഒരു കുറിപ്പെടുത്ത് 4 പകർപ്പുകൾ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. നേതാജി 1945 ഓഗസ്റ്റ് 23-ന് സൈലോഗണിൽ നിന്ന് മഞ്ചൂറിയയിലെ ഡെഹ്റനിൽ എത്തിയെന്നും അവിടെ നിന്ന് സ്വർണ്ണക്കട്ടികളും ആഭരണങ്ങളുമായി ഒരു ജാപ്പനീസ് ജനറലിനൊപ്പം ജീപ്പിൽ റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നുവന്നെന്നും വിവരിക്കുന്ന ഒരു കുറിപ്പായിരുന്നു ഇത്. ഇതിനുശേഷം നെഹ്റു വാമൊഴിയായി ഡിക്റ്റേറ്റ് ചെയ്തു കൊടുത്തത് അനുസരിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിക്ക് അയക്കാനായി ഒരു കത്ത് ടൈപ്പ് ചെയ്തു. ആ കത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ നിങ്ങളുടെ യുദ്ധ കുറ്റവാളി, യു ആർ വാർ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചത്. ഇങ്ങനെയാണ് ജെയിൻ അവകാശപ്പെടുന്നത്. ശ്യാംലാൽ ജെയിനിന്റെ ഈ ഒരു സാക്ഷിമൊഴി പിന്നീട് നേതാജിയെക്കുറിച്ചുള്ള ഗവേഷണ ഗ്രന്ഥങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 പുസ്തകങ്ങളിൽ ഇത് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ പാർലമെന്റ് അംഗവും നേതാജി ഗവേഷകനുമായിരുന്ന പ്രൊഫസർ സമർ ഗുഹ തന്റെ പുസ്തകത്തിൽ ഗോസ്ല കമ്മീഷന് മുന്നിൽ ജെയിൻസ് നൽകിയ സാക്ഷിമൊഴി അതേപടി ചേർത്ത് വെച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിന് നേതാജിയിൽ നിന്ന് രഹസ്യ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യവും ജെയിനിന്റെ മൊഴിയും തമ്മിൽ സാമ്യമുള്ളതായി സമർ ഗുഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേതാജിയുടെ അനന്തരവനായ പ്രദീപ് ബോസ് ശ്യാംലാൽ ജെയിന്റെ സാക്ഷിമൊഴിയെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് നൽകിയ ഒരു മൊഴിയെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല എന്നും അന്വേഷണ കമ്മീഷന് മുന്നിൽ സർക്കാർ അഭിഭാഷകനോ ഗോസ്ലയോ ഈ മൊഴിയെ അന്ന് ചോദ്യം ചെയ്തിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ ഉണ്ടായിരുന്ന നേതാജിയുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ഫയലുകളും പിന്നീട് കാണാതാവുകയോ നശിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു എന്ന വസ്തുതയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഈ വിഷയത്തിൽ വൈകാരികതയെല്ലാം മാറ്റിവെച്ച് ചരിത്രപരമായ തെളിവുകളൊക്കെ പരിശോധിക്കുമ്പോൾ നിരവധി വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി തീയതിയും സ്ഥലവും പരിശോധിച്ചാൽ 1945 ഡിസംബർ 26 അല്ലെങ്കിൽ 27 ഡൽഹിയിൽ വെച്ച് ഈ സംഭവം നടന്നുവെന്നാണ് ശ്യാംലാൽ ജയിൽ അവകാശപ്പെടുന്നത്. എന്നാൽ നെഹ്റുവിന്റെ അന്നത്തെ യാത്രാ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ആ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഇല്ലായിരുന്നുവെന്നും മറ്റ് യാത്രകളിലായിരുന്നു എന്നുമെല്ലാമാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോലെ ഔദ്യോഗിക രേഖകളുടെ ലഭ്യത പരിശോധിക്കുമ്പോൾ ആറ്റ്ലിക്ക് അയച്ചതായി പറയപ്പെടുന്ന ഇത്തരമൊരു കത്തിന്റെ പകർപ്പ് ലണ്ടനിലെ പബ്ലിക് റെക്കോർഡ്സ് ഓഫീസിലോ അല്ലെങ്കിൽ UK നാഷണൽ ആർക്കൈവ്സ് രേഖകളിലോ എവിടെയും ലഭ്യമായിട്ടില്ല. അതുപോലെ ഭാഷാശൈലിയിലെ പൊരുത്തക്കേടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണവും തെറ്റുകൾ നിറഞ്ഞതുമായ ഇംഗ്ലീഷ് ജവഹർലാൽ നെഹ്റുവിന്റെ ഉയർന്ന നയതന്ത്ര ഭാഷയുമായിട്ടും അതുപോലെ തന്നെ സാഹിത്യം മൂലമുള്ള ഔദ്യോഗിക എഴുത്തുകളുമായിട്ടും ഒട്ടും യോജിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ തെളിവ് മൂല്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് കേവലം സംഭവം നടന്ന 25 വർഷങ്ങൾക്ക് ശേഷമുള്ള ഓർമ്മയിൽ നിന്നുള്ള ഒരു വാമൊഴി സാക്ഷ്യം മാത്രമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്ന മറ്റ് രേഖാമൂലമുള്ള തെളിവുകളൊന്നും തന്നെ ശ്യാംലാൽ ജെയിനിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. വിദേശ നയത്തിലും സമരമാർഗത്തിലും നെഹ്റുവും നേതാജിയും തമ്മിൽ ശക്തമായ ആശയപരമായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത മറ്റൊരു സത്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നത് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. നെഹ്റുവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തെളിവുകളൊന്നുമില്ലാത്ത ഒരു ആരോപണം മാത്രമാണ്. അതേസമയം നേതാജിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നെഹ്റുവും നേതാജിയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.